ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എയർപോർട്ട് ലോഞ്ചിലാണ്. യാത്രയുടെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാണിന്ന്. ഇത്തവണത്തെ യാത്ര ഇന്ത്യയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഏഷ്യയിലെ വൻ രാജ്യങ്ങളിലൊന്നായ കസാക്കിസ്ഥാനിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് യാത്ര. ആദ്യം ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ നിന്ന് കസാക്കിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ പട്ടണമായ അൽമാട്ടിയിലേക്ക്. ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. കേരളത്തിൽ നിന്ന്, അതായത് കൊച്ചിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആണ് നമ്മുടെ കാശ്മീരിന് മുകളിലൂടെ പറന്നു കഴിഞ്ഞാൽ നേരെ അൽമാട്ടിയിലേക്ക് എത്തും. ഇത്തവണത്തെ യാത്രയിൽ എൻ്റെ ഒരു സുഹൃത്തു കൂടി ചേരുന്നുണ്ട്, മിസ്റ്റർ ആനന്ദ്. ഞങ്ങൾ ഒരുമിച്ച് ഇൻഫോ പാർക്കിൽ സിറോക്സ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതാണ്. ആനന്ദ് ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ആനന്ദിന്റെ ഫ്ലൈറ്റ് വളരെ നേരത്തെയായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിലെത്തി ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ടാക്സിയിൽ ആ ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് ഹോട്ടൽ ലെ സീസൺസ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകിട്ടായതുകൊണ്ട് ഒത്തിരി സമയം ഞങ്ങൾക്ക് ചിലവഴിക്കാനുണ്ട്. അതുകൊണ്ട് അധികം അകലേക്കൊന്നും പോയില്ല. ആ ഹോട്ടലിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്നു തന്നെ കാണാനിറങ്ങി. അങ്ങനെ അവിടെ സമയം ചിലവഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. ഇതാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് 2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കാശ്മീർ പോയപ്പോൾ ശ്രീനഗറിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഇവിടെ നിന്നായിരുന്നു. അതുപോലെ 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ദുബായിൽ നിന്ന് വാരണാസിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരിച്ച് ദുബായിക്ക് പോകുമ്പോൾ ഡൽഹിയിൽ വന്നിട്ടായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ്. ഇവിടെയും ഞങ്ങൾക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് ഇന്റർനാഷണൽ ലോഞ്ചിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ചു. അൽമാട്ടിയിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് എയർപോർട്ടൊക്കെ ഒന്നുകൂടി ഞങ്ങൾ ചുറ്റിക്കറങ്ങുകയാണ്. വളരെ വിശാലമായ ഒരു എയർപോർട്ടാണത്. ഇവിടെ നിരവധി റെസ്റ്റോ ബാറുകളും കോക്ടെയിൽ ബാറുകളൊക്കെ ഉണ്ട്. പിന്നെ സമയം കളയാൻ വേറൊന്നും വേണ്ടല്ലോ. ഞങ്ങൾ വേറൊന്നും ചിന്തിച്ചില്ല. ഒരു കോക്ടെയിൽ ബാറിൽ കയറി 2 ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ആ സമയം ചിലവഴിച്ചു. അങ്ങനെ രാത്രി 11 മണിയോടെ ഞങ്ങളിതാ അൽമാട്ടി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചു. ആദ്യം കണ്ട അൽമാട്ടിയിലെ കസാക്കിസ്ഥാനിലെ ഫ്രണ്ട് ഇതാണ്. പേര് ഷോക്കൻ. Welcome to Kazakhstan, Thank my you. friend. This is Shokhan. My name is Shokhan. Yeah, I'm Oh, from Almaty, from Kazakhstan, ex-capital of Kazakhstan. our first friend of Yeah. Kazakh. Okay. We love guests. Welcome to our country. Okay. Invite. Okay, Shorugan. Okay. Shakrugan. അങ്ങനെ ഷോഹന്റെ ഒപ്പം ഞങ്ങൾ കസാക്കിസ്ഥാനിലെ യാത്ര തുടങ്ങിയാണ്. നല്ല സംസാരപ്രിയനും വളരെ രസികനുമാണ് ഈ ചങ്ങാതി. ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കും. ഞങ്ങളൊരു ഹോസ്റ്റലിലാണ് ഇന്ന് രാത്രി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോസ്റ്റലിന്റെ അഡ്രസ്സ് എല്ലാം കൊടുത്തപ്പോൾ ഷോഹനെ മനസ്സിലായി. അവിടേക്ക് ഞങ്ങൾ എത്തി. പാതിരാത്രി ആയതുകൊണ്ട് ഹോസ്റ്റലിന്റെ ഗേറ്റ് ഒക്കെ അടച്ചിരുന്നു.
അപ്പോൾ ഷോഹനാണ് ഞങ്ങളെ സഹായിച്ചത്. ആ ഫ്രണ്ടിലത്തെ ഒരു ഗേറ്റിൽ ഒരു മൈക്രോഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വിളിച്ച് ഹോസ്റ്റലിലെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, അവരായിട്ട് ഒരു കസാക്ക് ഭാഷയിലേക്ക് സംസാരിച്ച് ഗേറ്റെല്ലാം തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. അടുത്ത ദിവസം ഞങ്ങൾ ഇന്ന് അൽമാട്ടി സിറ്റിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയാണ്. ഇദ്ദേഹമാണ് എറിക്. എറിക്കിന്റെ ടാക്സിയിലാണ് ഞങ്ങൾ ഇന്ന് സിറ്റിയിലേക്ക് പോകുന്നത്. നാം ഊബർ ബുക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ യാൻടാക്സ് ഗോ എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ടാക്സി ബുക്ക് ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഒരുമിക്ക ഡ്രൈവർമാർക്കും ഇംഗ്ലീഷ് അത്രയ്ക്ക് വശമില്ല. എറിക് അത്യാവശ്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തെരുവായ പാൻഫിലോ സ്ട്രീറ്റിലേക്കാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട മന്ദിരങ്ങളും ചില പാർക്കുകളും അവിടെയുള്ള പ്രദർശനങ്ങളും എല്ലാം നടക്കുന്നത് ഈ തെരുവിലാണ്. ആ തെരുവിന്റെ കാഴ്ചകളിലേക്കാണ് ആദ്യം ഇറങ്ങുന്നത്. പാൻഫിലോ പാർക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ ആദ്യം എത്തിയത്. അൽമാട്ടി നഗരഹൃദയത്തിൽ തന്നെയുള്ള ഈ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ്. ഒക്ടോബർ മാസം, അതായത് ശരത്കാലത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല സുഖകരമായ അന്തരീക്ഷം, ചൂടില്ല എന്നാൽ അധികം തണുപ്പുമില്ല. ഈ ഉദ്യാനത്തിലെ മരങ്ങളൊക്കെ കണ്ടാൽ അറിയാം, ഇലകളൊക്കെ വിവിധ നിറത്തിലേക്ക് മാറാൻ തയ്യാറായി നിൽക്കുന്നു. അതുമാത്രമല്ല, കുറച്ചു നാൾ കഴിഞ്ഞാൽ ഈ ഇലയെല്ലാം പൊഴിഞ്ഞ് താഴേക്ക് വീഴും. ഈ ഉദ്യാനത്തിലാണ് ഒരു കത്തീഡ്രലും സ്മാരകങ്ങളും എല്ലാം അടങ്ങിയ പല കാഴ്ചകളുള്ളത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടക്കാം. ഞങ്ങൾ അങ്ങനെ നടന്ന് പാർക്കിന്റെ ഏകദേശം മധ്യഭാഗത്തെത്തി. ഇവിടെ നമുക്കൊരു മനോഹരമായ നിർമ്മിതി കാണുവാൻ കഴിയും. അൽമാറ്റിയുടെ ലാൻഡ്മാർക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ അസെൻഷൻ കത്തീഡ്രലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കത്തീഡ്രലിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സെൻകോ കത്തീഡ്രൽ എന്നും ഇതറിയപ്പെടുന്നു. റഷ്യൻ ഓർത്തഡോക്സ് വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഈ ചർച്ച്. ഇതിൻ്റെ ഉയർന്ന ശിഖരങ്ങളും സങ്കീർണമായ കുത്തുപണികളും മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളും ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നുണ്ട്. ഞാനും ആനന്ദും ഈ ചർച്ചിന്റെ പുറംകാഴ്ചയുടെ ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എത്ര കണ്ടാലും മതിവരുന്നില്ല. ഞങ്ങൾ കത്തീഡ്രലിന്റെ അകത്തേക്ക് കയറി. അകത്തുള്ള കാഴ്ചകൾ അതിലും ഗംഭീരമായിരുന്നു. എവിടെ നോക്കിയാലും സ്വർണ്ണവർണ്ണ തുല്യമായ പെയിന്റിങ്ങുകളും കൊത്തുപണികളും. അതിമനോഹരം എന്ന് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ഗംഭീരം. ഈ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തത് പ്രമുഖ റഷ്യൻ വാസ്തുശില്പിയായ കോൺസ്റ്റാന്റിൻ ബൊറിസോവ്സ്കിയാണ്. പരമ്പരാഗത റഷ്യൻ ഓർത്തഡോക്സ് കെട്ടിട സാങ്കേതിക വിദ്യകളും വസ്തുക്കളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. എഞ്ചിനീയർ ആൻഡ്രി സെൻകോവ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു. അതുകൊണ്ടാണ് ഈ അസെൻഷൻ ചർച്ചിനെ സെൻകോവ് ചർച്ച് എന്നും അറിയപ്പെടുന്നത്. കത്തീഡ്രലിന്റെ രൂപകൽപ്പനയിൽ ഉള്ളിലെ താഴികക്കുടങ്ങളും സങ്കീർണമായ കൊത്തുപണികളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് മതപരമായ രൂപകൽപ്പനയുടെ യഥാർത്ഥ മാസ്റ്റർ പീസാക്കി തന്നെ മാറ്റുന്നു. ക്ലുഡോ എന്ന ചിത്രകാരൻ വരച്ച ഓർത്തഡോക്സ് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് ഈ പള്ളിയുടെ മതിലിലും ചുവരുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ സെൻകോ കത്തീഡ്രൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മാത്രമല്ല, ഇത് അൽമാറ്റിയുടെ അമൂല്യമായ വാസ്തുവിദ്യയും ചരിത്രപരവുമായ നാഴികക്കല്ലാണ്.
ഈ കത്തീഡ്രൽ അതിൻ്റെ സൗന്ദര്യത്താൽ നമ്മളെ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. കൂടാതെ മതം പരിഗണിക്കാതെ അത് സന്ദർശിക്കുന്ന എല്ലാവർക്കും ഒരു സമാധാനവും ശാന്തിയും നൽകുന്നുണ്ട്. അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ഇത്തരം സമാന രീതിയിലുള്ള കൊട്ടാരങ്ങളും പള്ളികളും കണ്ടിരുന്നു. അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ വാസ്തുവിദ്യയ്ക്ക് സമാനമായി തിളങ്ങുന്ന ഈ ഭിത്തികളും ബഹുവർണ്ണ താഴികക്കുടങ്ങളും ഏവരെയും നന്നായി ആകർഷിക്കുന്നുണ്ട്. പുനരുദ്ധാരണത്തിലും മതപരമായ പ്രക്ഷോഭങ്ങളിലും നിരവധി ഉയർച്ച താഴ്ചകൾക്ക് ശേഷം കത്തീഡ്രലിൽ യാഥാസ്ഥിതിക സേവനങ്ങൾ വീണ്ടും ആരംഭിച്ചു. അന്നു മുതൽ ഇത് നിരവധി ക്രിസ്ത്യാനികൾക്കുള്ള ഒരു തീർത്ഥാടനവും ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാവരുടെയും വർണ്ണാഭമായ ആകർഷണവുമാണ്. പള്ളിയുടെ അകത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. അതിവിശാലമായ മുറ്റമുള്ള ഒരു ഭാഗമാണ്. ടൈലുകളൊക്കെ നിരത്തി നല്ല വൃത്തിയായിട്ടാണ് അത് പരിപാലിച്ചിരിക്കുന്നത്. ആ മുറ്റത്ത് നിറയെ പ്രാവുകളെ കാണാം. സഞ്ചാരികളും നാട്ടുകാരും ആ പ്രാവുകൾക്ക് ധാന്യങ്ങളൊക്കെ ഭക്ഷണമായി നൽകുന്നുണ്ട്. അതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. കൂടാതെ ഇവിടെ കുതിര സവാരിയും നമുക്ക് ചെയ്യാം. കുതിരവണ്ടിയിൽ ഈ കത്തീഡ്രലിന് ചുറ്റുമായി സഞ്ചരിക്കാനും ആ പാർക്കിലൂടെയൊക്കെ നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനേകം വർഷങ്ങളായി അൽമാറ്റിയുടെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ അസെൻഷൻ കത്തീഡ്രൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിൽ മാത്രം മതം നിരോധിച്ചപ്പോൾ കത്തീഡ്രൽ അടച്ച് ഒരു മ്യൂസിയമായി ഉപയോഗിച്ചു. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം അത് വീണ്ടും തുറക്കുകയും പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് കത്തീഡ്രൽ വീണ്ടും സജീവമായ ഒരു ആരാധനാലയമാണ്. കൂടാതെ പ്രാദേശിക സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രമായും ഈ കത്തീഡ്രൽ പ്രവർത്തിക്കുന്നു. അതിമനോഹരമായ രൂപകൽപ്പനയും സമ്പന്നമായ ചരിത്രവും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ കണ്ടിരിക്കേണ്ട സ്ഥലമാക്കി ഈ കത്തീഡ്രലിനെ മാറ്റുന്നുണ്ട്. നിങ്ങളൊരു ചരിത്രാഭിമാനിയോ വാസ്തുവിദ്യ പ്രേമിയോ അല്ലെങ്കിൽ ദൈവികതയെ പ്രതിഫലിപ്പിക്കാനും ബന്ധപ്പെടാനും സമാധാനപരമായ ഒരു സ്ഥലത്തിനായി തിരയുകയാണെങ്കിൽ അസെൻഷൻ കത്തീഡ്രൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. പള്ളിയിൽ നിന്നിറങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ പാർക്കിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. ഇവിടെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകമുണ്ട്. നമുക്കതിന്റെ കാഴ്ചകളൊന്ന് കണ്ടാലോ. പാൻഫിലോഫ് ഗാർഡ്മാൻ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം സൈനികരുടെ പേരിലാണ് 28 പാൻഫിലോഫ് ഗാർഡ്മാൻ പാർക്ക് അറിയപ്പെടുന്നത്. ഈ സൈനികർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 316ാമത് റൈഫിൾ ഡിവിഷന്റെ ഭാഗമായിരുന്നു. ജർമ്മൻ സേനയിൽ നിന്ന് മോസ്കോയെ പ്രതിരോധിക്കുന്നതിലെ അവരുടെ ധീരതയ്ക്ക് വേണ്ടിയാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറുകയും ചെയ്ത ഈ 28 വീരന്മാരുടെ സ്മരണയ്ക്കായി ഈ സ്മാരകം ഇപ്പോഴും ഇവിടുത്തെ ജനത ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്രപരമായ ബന്ധം പാർക്കിനെ അൽമാട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട്. പാൻഫിലോഫ് ഗാർഡ്മാരുടെ ധീരതയുടെയും ദേശസ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഇത് നിലകൊള്ളുന്നു. ഈ സ്മാരകത്തിനടുത്തായി തന്നെ, അതിൻ്റെ മുന്നിലായി തന്നെ മറ്റൊരു മെമ്മോറിയൽ നമുക്ക് കാണാൻ പറ്റും. മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്നാണ് ഇതറിയപ്പെടുന്നത്. ജവാന്മാരുടെ ധീരതയുടെ പര്യായമായി ആ തീജ്വാലകൾ എന്നും കത്തിക്കൊണ്ടിരിക്കും. ഈ പാർക്ക് സന്ദർശിക്കുന്നത് ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായത്തിലൂടെ നടക്കുന്നതിന് തുല്യമാണ്. ഈ ദേശീയ നായകന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശവാസികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന ഈ പാർക്ക് അൽമാട്ടിയിലെ
പ്രമുഖ ചരിത്ര പാർക്കുകളിലൊന്നാണ്. പാൻഫിലോഫ് ഗാർഡ്മാൻ പാർക്ക് അൽമാട്ടിയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രാദേശിക സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. കച്ചേരികൾ, സാംസ്കാരിക ഉത്സവങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ വീരന്മാരെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകൾ എന്നിവയുൾപ്പെടെ വർഷം മുഴുവനും വിവിധ പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. ഈ ഇവന്റുകൾ സമൂഹത്തെ ഒന്നിപ്പിക്കുകയും പാൻഫിലോഫ് ഗാർഡ്മാരുടെ ഓർമ്മ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കത്തീഡ്രലിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ചെന്നത് അൽമാട്ടിയിലുള്ള ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. മെഗാ പാർക്ക് എന്നാണ് ഇതിന്റെ പേര്. 2014 ഈ വലിയ സമുച്ചയം നിർമ്മിച്ചത്. സിറ്റിയിൽ ഒരു വലിയ ഷോപ്പിംഗ് സെന്റർ എന്ന ആശയം വികസിപ്പിച്ചെടുത്തത് ഇന്റർനാഷണൽ ഫ്രഞ്ച് ആർക്കിടെക്ചറൽ കമ്പനിയായ MB ആർക്കിടെക്ട്സ് ആണ്. നമ്മുടെ നാട്ടിലും മറ്റു പല രാജ്യങ്ങളിലും കാണുന്ന പോലെയുള്ള ഇന്നത്തെ സ്റ്റൈലിലുള്ള ഒരു സ്ട്രക്ചറൽ തന്നെയാണ് ഈ മോളിലും അവലംബിച്ചിരിക്കുന്നത്. നിരവധി ഷോപ്പുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളും നിറഞ്ഞ ഒരു വലിയൊരു മോൾ തന്നെയാണ് മെഗാ പാർക്ക്. അങ്ങനെ ഞങ്ങൾ മോളിൽ നിന്നിറങ്ങി ഇന്നത്തെ കറക്കമെല്ലാം അവസാനിപ്പിച്ച് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. നേരെ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ജോസ്റ്റിക് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന തെരുവാണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരറ്റത്താണ് ഞങ്ങളുടെ ഹോട്ടൽ. ആ തെരുവിന്റെ ഇരുവശങ്ങളിലുമുള്ള പല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. അവിടെ ഒരു ചേട്ടൻ റൊട്ടി ഉണ്ടാക്കുന്നു. ജോർജിയൻ റൊട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ആ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. This is Georgian bread. Georgian bread. ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയാണ്. കാലാവസ്ഥ വളരെ ഗംഭീരം. വലിയ തണുപ്പില്ല. ഇങ്ങനെ നടക്കാൻ നല്ല സുഖം. ഷോപ്പുകളൊക്കെ ഇരുവശത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു വിശപ്പ് തോന്നി. വിശപ്പ് മാത്രമല്ല, ഒരു ബീർ കുടിക്കാനുള്ള ഒരു ദാഹവും. അങ്ങനെ അതിന് പറ്റിയ ഒരു പബ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോ ബാർ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു നല്ലൊരു പബ് കണ്ടു. ഗിന്നിസ് പബ്. ഓക്കെ, എന്തായാലും അവിടെ കയറി ബിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കോക്ടെയിൽസോ കഴിക്കാനായിട്ട് തീരുമാനിച്ചു. പബ്ബിൽ നിന്ന് ഇറങ്ങി ഈ കാണുന്നതാണ് ഹോട്ടൽ അൽമാട്ടി ഇന്റർനാഷണൽ. ഇനി അല്പം ഭക്ഷണം കഴിക്കണം. അതിനായി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. തണുപ്പുകാലമായതുകൊണ്ട് സഞ്ചാരികൾക്ക് അല്പം ചൂട് കിട്ടാൻ വേണ്ടി ഇലക്ട്രിക് നെരിപ്പോടുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ഭക്ഷണത്തോടു കൂടി അൽമാട്ടിയിലെ ആദ്യത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ. ബൈ ബൈ.